പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ ഹർജി പരിഗണിച്ച കോടതി ഇന്ന് വരെ സുധാകരന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരെയും വഞ്ചിച്ചിട്ടുമില്ലെന്നാണ് സുധാകരന്റെ വാദം. വിവരങ്ങളുമായി AT അശ്വതിമോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും. AT അശ്വതിമോൾ, എന്താണ് സുധാകരനെ സംബന്ധിച്ചുള്ള വാർത്ത? അജി, ഈ വിഷയത്തിൽ കെ സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. വിഷയത്തിൽ നേരത്തെ സുധാകരന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു. ഇന്നേ ദിവസത്തേക്ക് അത് മാറ്റിവെക്കുകയായിരുന്നു. അതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ കെ സുധാകരന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. കേസിൽ നേരത്തെ സുധാകരന്റെ പേര് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് സുധാകരന്റെ പേര് കൂട്ടിച്ചേർത്തത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഹർജിയിൽ സുധാകരൻ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മോൺസൺ മാവുങ്കലുമായും ഈ പറയുന്ന വിഷയത്തിൽ തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നു. എന്നാൽ സുധാകരനെതിരെ മാക്സിമം തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിഷയത്തിൽ പരാതിക്കാരനായ അനൂപ് മുഹമ്മദും അതുപോലെ തന്നെ ഷമീറും തങ്ങളുടെ മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ സുധാകരനെതിരെ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം അവർ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൈമാറിയിരുന്നു. മാത്രവുമല്ല, ഇതിൽ സാക്ഷികളും വളരെ പ്രധാനപ്പെട്ടതാണ്. മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവർമാരാണ് ഇതിലെ പ്രധാനപ്പെട്ട സാക്ഷികൾ. അവരും ചില ഡിജിറ്റൽ തെളിവുകളും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുധാകരനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. സുധാകരൻ പണം കൈപ്പറ്റുന്നത് കണ്ടു എന്നാണ് ജെയ്സൺ എന്ന മോൺസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തത് മോൺസൺ മാവുങ്കലിന്റെ ഡ്രൈവറായിരുന്ന അജിയാണ്. ഇവർ രണ്ടുപേരും മൊഴികളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകളും ഒപ്പം തന്നെ സാക്ഷിമൊഴികളും ശക്തമായിട്ടുണ്ട്. ഈ തെളിവുകളുടെ പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ് കെ സുധാകരനെ 23-ാം തീയതി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ വിളിപ്പിച്ചത്. ആദ്യ നോട്ടീസ് നൽകിയ സമയത്ത് കെ സുധാകരന് പാർട്ടി സംബന്ധമായ ചില കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം കത്ത് മുഖേന ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് 23-ാം തീയതി, അതായത് വെള്ളിയാഴ്ച, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം മോൺസൺ മാവുങ്കലിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വിയൂർ ജയിലിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുകയും മറ്റ് തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അതുകൊണ്ട് കെ സുധാകരനെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ നിലവിലുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ന് കെ സുധാകരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത്. അജി, തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അശ്വതിയും മറ്റ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സുധാകരൻ്റെ, അതായത് കോൺഗ്രസ് അനുഭാവികളായ ചിലർ മോൺസന്റെ മുൻ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്ന ചില സംഭവങ്ങളൊക്കെ അശ്വതി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇപ്പോഴും പോലീസിൻ്റെ പക്കലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കുമോ അശ്വതി? ഈ വിഷയത്തിൽ മോൺസന്റെ മുൻ ഡ്രൈവറായിരുന്ന ജെയ്സനാണ് വധഭീഷണി ഉണ്ടായിട്ടുള്ളത്. ജെയ്സൺ ചേർത്തല സ്വദേശിയാണ്. ഈ ചേർത്തല അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവ് മുരളി എന്ന് പറയുന്ന ആൾ കൊല്ലുമെന്ന് പറഞ്ഞ് വഴിയരികിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ജെയ്സന്റെ പരാതി. ഈ പരാതിയിൽ ചേർത്തല പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് വധഭീഷണി ഉണ്ട് എന്ന ജെയ്സന്റെ മൊഴിയും പരാതിയും പോലീസിൻ്റെ പക്കലുമുണ്ട്. ഈ വിഷയത്തിൽ മറ്റ് ഭീഷണികളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്താവനകളാണ് മോൺസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മോൺസൺ പണം കൈപ്പറ്റിയിട്ടില്ല തുടങ്ങിയ മൊഴികളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ മോൺസന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ അതിന് ഉത്തരമായിട്ടൊക്കെ മോൺസൺ പറഞ്ഞിരുന്നു. അതെല്ലാം തെറ്റാണ് എന്നാണ് ഈ സാക്ഷികൾ പറയുന്നത്. സാക്ഷികൾ മാധ്യമപ്രവർത്തകരോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് പറയുകയും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന് അടുത്ത മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിലാണ് ഈ ജെയ്സൺ അടക്കമുള്ളവർക്ക് ഈ വധഭീഷണി അടക്കം വന്നിട്ടുള്ളത്. അത് പ്രാദേശിക നേതാക്കളാണ്, ഈ കോൺഗ്രസ് നേതാക്കളാണ് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് കൃത്യമായി കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ
വിഷയത്തിൽ പരാതിക്കാരനായ ഷമീറും അതുപോലെ തന്നെ അനൂപ് മുഹമ്മദും എത്തി മൊഴി നൽകിയത്. ഈ മൊഴിയിലും മോൺസൺ മാവുങ്കലിനും അതുപോലെ തന്നെ കെ സുധാകരനും എതിരായിട്ട് തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്ന് ഷമീറും വ്യക്തമാക്കിയത്. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തൻ്റെ പക്കൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഒപ്പം തന്നെ ചില ട്രാൻസാക്ഷൻ സംബന്ധിച്ച തെളിവുകളും തൻ്റെ പക്കൽ ഉണ്ട് എന്നും ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ട്രാൻസാക്ഷൻ തെളിവുകൾ, അതുപോലെ തന്നെ ഈ സാക്ഷിമൊഴികൾ, ഇതൊക്കെ തന്നെ സുധാകരന് എതിരാണ്. ഇതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസ് അതുപോലെ തന്നെ പ്രതിപക്ഷം മൊത്തത്തിൽ ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ് ആദ്യം മുതൽക്കേ ഉന്നയിക്കുന്നത്. കെ സുധാകരനും ഇത് തന്നെയാണ് ഹർജിയിലും മുൻകൂർ ജാമ്യാപേക്ഷയിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അജി. ശരി അശ്വതി.